മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി ഉപയോഗിച്ചവർക്ക് HIV ബാധ സ്ഥിരീകരിച്ചു. 2 മാസത്തിനിടെ 9 പേർക്കാണ് HIV ബാധിച്ചത്. ലഹരി മരുന്ന് കുത്തിവെക്കാനായി ഉപയോഗിച്ച സിറിഞ്ചുകളിലൂടെയാണ് HIV പകർന്നതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ജുഷാദ് വളാഞ്ചേരി ചേരുന്നു. ജുഷാദ്, ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. HIV ബാധ എത്രയോ കാലമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ട് ഈ ലഹരിയുടെ വ്യാപനം ഈ തരത്തിലുള്ള വലിയൊരു ആശങ്ക കൂടി സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്നു. എന്താണ് പുറത്തുവരുന്ന റിപ്പോർട്ട്? സബർണ, മലപ്പുറം വളാഞ്ചേരിയിലാണ് ഈ 2 മാസത്തിനിടെ 9 പേർക്ക് HIV ബാധ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ലഹരി മരുന്ന് കുത്തിവെക്കാനായി ഉപയോഗിച്ച സിറിഞ്ചുകളിലൂടെയാണ് ഇവർക്ക് HIV പകർന്നതാണെന്നാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. വളാഞ്ചേരി ടൗണിനോട് ചേർന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്താണ് സിറിഞ്ചുകൾ ഉപയോഗിച്ചത് കണ്ടെത്തിയിരുന്നത്. ഈ സിറിഞ്ചുകളിൽ രക്തം നിറഞ്ഞ നിലയിലായിരുന്നു. ഈ രക്തം പരിശോധിച്ചതിലാണ് HIV ബാധ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കൂടുതലായും അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് ഇത്തരത്തിലൊരു ആശങ്കപ്പെടുത്തുന്ന HIV ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 80% പേരും കൂട്ടുകാരൊപ്പമാണ് അതായത് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ പരിസരങ്ങളിൽ എത്തുന്നത്. ഇവിടെ സിറിഞ്ചിൽ നിറച്ച ലഹരി മരുന്നുകൾ അടിക്കുന്ന സ്ഥിതിയുണ്ട്. ഈ സിറിഞ്ചുകൾ തന്നെ മറ്റുള്ളവരും കൂടി പങ്കിടുന്നൊരു സാഹചര്യമുണ്ട്. ഇതോടെയാണ് HIV ബാധ കൂടാൻ കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. അപർണ, ലഹരി ഉപയോഗിച്ച സംഘത്തിലെ 9 പേർക്ക് HIV ബാധ 2 മാസത്തിനിടെ 9 പേർക്കാണ് HIV ബാധ ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ലഹരി വ്യാപനം വലിയ ആശങ്ക ഉയർത്തുന്ന സാഹചര്യത്തിൽ വലിയ മറ്റൊരു പ്രത്യാഘാതം കൂടിയാണ് അത് സമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നത്. ജുഷാദ് വളാഞ്ചേരി റിപ്പോർട്ട് നൽകിയത്.